ഹലോ വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. ഞാനിത് സുഖമായിരിക്കുന്നു. ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. രാവിലത്തേക്കും അതേപോലെ തന്നെ വൈകിട്ടൊക്കെ പറ്റിയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പി അല്ലെങ്കിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി അങ്ങനെയൊക്കെ പറയാം. അപ്പോൾ നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നത് ആട്ടപ്പൊടി വെച്ചിട്ടാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന് പകരം മൈദയും യൂസ് ആക്കാവുന്നതാണ്. അപ്പോൾ പൊതുവേ ആട്ടപ്പൊടി എന്താ പറയുക വെച്ചിട്ടുള്ള ഫുഡ് റെസിപ്പീസൊന്നും അധികം കുട്ടികൾക്ക് ഇഷ്ടമാണെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഇഷ്ടമാവുന്ന രീതിയിലാണ് ഞാനിത് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ആവശ്യത്തിനുള്ള ആട്ടപ്പൊടി ആദ്യം തന്നെ ഞാനൊരു പാത്രത്തിലോട്ട് എടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് ഒരു കോഴിമുട്ടയും പിന്നെ അതേപോലെ തന്നെ കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട്. ഈ ഒരു മിക്സ് നല്ല രീതിയിലൊന്ന് കുറച്ച് വെള്ളം ചേർത്തിട്ടൊന്ന് മിക്സാക്കി എടുക്കേണ്ടതുണ്ട്. നമ്മൾ ദോശയ്ക്കൊക്കെ തയ്യാറാക്കുന്ന ആ ഒരു ബാറ്ററാണ് വേണ്ടത്. അപ്പോൾ അതുപോലൊരു രീതിയിലാണ് നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നത്. സാധാ നോർമൽ വാട്ടർ യൂസ് ചെയ്തിട്ടാണിത് മിക്സാക്കി എടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗോതമ്പ് പൊടി ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കുറച്ച് മൈദപ്പൊടി യൂസ് ആക്കിയിട്ടും തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ നല്ല രീതിക്ക് ഇതേപോലെ ഒന്ന് മിക്സാക്കി എടുക്കേണ്ടതുണ്ട്. ഇനിയിപ്പോൾ ഏതെങ്കിലും കൂട്ടുകാർ എൻ്റെ ചാനൽ അല്ലെങ്കിൽ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ്സ് കൂടെ അറിയിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാനിപ്പോൾ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായതിന് ശേഷം അതിലോട്ട് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നെയ്യ് കൂടെ ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ചേർത്തുള്ളത്, കാരണം കുട്ടികൾക്കായതുകൊണ്ട് തന്നെ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ പശുവിൻ നെയ്യും യൂസ് ആക്കാവുന്നതാണ്. ഇനി ഇതിലോട്ട് കുറച്ച് മാത്രം വലിയ ജീരകവും പിന്നെ അതേപോലെ തന്നെ ചെറിയ ജീരകവുമാണ് ചേർത്ത് കൊടുക്കുന്നത്. രണ്ടും ചേർത്ത് കൊടുക്കണം. വളരെ മിതമായ രീതിയിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. പിന്നെ ഇതിലോട്ട് ചേർക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കാര്യമായിട്ട് ഇതിൻ്റെ ഒരു ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെജിറ്റബിൾസാണ്. കുട്ടികൾക്ക് ഇഷ്ടമായിട്ടുള്ള ഏത് പച്ചക്കറികളും നമുക്കിതിൽ യൂസ് ആക്കാവുന്നതാണ്. ചില കുട്ടികൾക്ക് പച്ചക്കറി ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഹെൽത്തി ആയിട്ട് തോന്നിയ വെജീസൊക്കെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ചൂടായതിന് ശേഷം ഇതിലോട്ട് സവാളയാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. അതൊക്കെ നമുക്ക് എത്രത്തോളം നമ്മൾ പൊടി എടുക്കുന്നുണ്ടോ അതിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ആദ്യം കുറച്ച് മാത്രം ഞാനിവിടെ എടുത്തുള്ള ഒരു ചെറിയൊരു മീഡിയം സൈസ് സവാളയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് മുഴുവനായിട്ട് തന്നെ ഈ പാനിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2 ഉരുളക്കിഴങ്ങ് ചെറുതെടുത്തിട്ടുണ്ടായിരുന്നു, കട്ടാക്കിയത്, അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറിയൊരു തക്കാളി, പിന്നെ ക്യാപ്സിക്കത്തിൻ്റെ ചെറിയൊരു കഷ്ണം, കുറച്ച് വെളുത്തുള്ളി, ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നല്ല രീതിയിൽ എന്ത് ചെയ്യണം, ഒന്ന് വഴന്ന് വരേണ്ടതുണ്ട്. പിന്നെ നമ്മൾ ഹാഫ് കുക്കായാൽ മതിയാവും, കാരണം നമ്മളിത് ദോശ തയ്യാറാക്കുമ്പോൾ അതിൽ നിന്ന് തന്നെ കുറച്ച് ഹാഫ് കുക്കായിട്ടുണ്ടെങ്കിൽ ബാക്കി അതിൽ നിന്നാണ് കുക്കായിക്കോളും. ഇനി നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കിയെടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എരിവിന് വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടികളൊക്കെ നിങ്ങൾക്ക് സ്പൈസസ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചേർക്കാവുന്നതാണ്. അതൊക്കെ നമ്മുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനിയിപ്പോൾ ഇത് നല്ല രീതിയിൽ മിക്സ് ആക്കിയതിന് ശേഷം ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക, കാരണം നമ്മൾ ഓൾറെഡി ഈ പൊടിയുടെ ആ ഒരു മിക്സിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്, പിന്നെ അതേപോലെ തന്നെ വെജീസിൽ. അപ്പോൾ അത് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ഉപ്പ് ചേർക്കാം. ഇനിയിപ്പോൾ ഇതാ നല്ല രീതിക്കൊന്ന് മിക്സാക്കി കൊടുക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു റെസിപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ആണ് ഈ ഒരു റെസിപ്പി തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ മോനിക്കിപ്പോൾ 6 വയസ്സാണ്. അപ്പോൾ അവന് പോലും നന്നായിട്ട് ഇഷ്ടമായിട്ട് അവന് സാധാരണ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ അവനിത് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും ഹെൽത്തി ആണ്. പിന്നെ അതേപോലെ തന്നെ അത്രയും വെജിറ്റബിൾസും ഒക്കെ ഇവർ കഴിക്കല്ലേ. അപ്പോൾ നല്ല ടേസ്റ്റായിട്ട് തന്നെ അവർക്ക് നമ്മൾ തയ്യാറാക്കാനായിട്ട് നോക്കുക. അപ്പോൾ ഇതാ ഞാൻ ഇതിലോട്ട് കുറച്ച് ചിക്കൻ മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചേർക്കുന്നത് കുറച്ച് മല്ലിയിലയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് ചേർക്കുക കേട്ടോ. പിന്നെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അധികം ഇഷ്ടമുള്ള ഒരു മെത്തേഡാവില്ല എപ്പോഴും നമുക്ക് ഇഷ്ടമുള്ള രീതിയിലാവില്ലല്ലോ എപ്പോഴും ഉണ്ടാക്കുക. കാരണം കുട്ടികൾ കുറച്ച് കൂടുതൽ കഴിക്കണം തോന്നിയിട്ട് അവർക്ക് ഇഷ്ടമാവുന്ന ഒരു മെത്തേഡിലാണല്ലോ നമ്മളധികം കുക്ക് ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ചിട്ട് ടൊമാറ്റോ സോസ് ചേർക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. അതൊക്കെ അവരുടെ ആ ഒരു ഫ്ലേവറിനനുസരിച്ചിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ കുട്ടികൾ ഓരോ കാര്യത്തിൽ ഓരോന്ന് കണ്ട് വാശി പിടിക്കും. അപ്പോൾ നമ്മൾ അവരുടെ ആ ഒരു മൈൻഡ് സെറ്റ് ചെയ്യാനും പിന്നെ അതേപോലെ തന്നെ ഇനിയിപ്പോൾ സ്കൂൾ വിട്ട് വരുന്ന ആ ഒരു ടൈമിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടൊക്കെയുള്ള നല്ലൊരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാനിപ്പോൾ ഇതിൽ യൂസ് ആക്കിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഞാനിതിൽ കുറച്ചുകൂടെ കുറച്ച് ടൊമാറ്റോ സോസ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി കൂടെ ആഡ് ചെയ്യാവുന്നതാണ്. ഞാനത് ചേർത്തിട്ടില്ല, കാരണം മോന് എരിവിനോട് അത്ര വലിയ താല്പര്യമില്ല. അത് കാരണം ഞാൻ കുരുമുളക് പൊടി ചേർത്തിട്ടില്ല. പിന്നെ ഇപ്പോൾ നമ്മൾ വലിയവർക്ക് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലൊക്കെ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്.
പിന്നെ ഇനി എന്തെങ്കിലും ഗസ്റ്റ് വരികയാണെങ്കിലൊക്കെ നമുക്ക് ചെറിയ രീതിയിലൊക്കെ സെറ്റാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ ഒരു മസാല മിക്സ് ഈ ഒരു പരുവായിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ബാറ്ററിലോട്ട് ഇത് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നല്ല രീതിക്ക് ഇത് എന്ത് ചെയ്യണം, ഒന്ന് മിക്സാക്കി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു റെസിപ്പി തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ വേറെ ചിക്കൻ കറിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കറിയോ ഒന്നും ആവശ്യമില്ല. കാരണം ഇത് തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചായയുടെ കൂടെ ഒക്കെ ആയിട്ട് അങ്ങനെ ചൂടോട് കൂടിയിട്ട് കഴിക്കാവുന്നതാണ്. ഇനി ഇത് നല്ല രീതിയിൽ മിക്സാക്കിയതിന് ശേഷം ഞാനിത് തയ്യാറാക്കിയെടുക്കുന്നത് നമ്മൾ സാധാരണ ദോശ ചുട്ടെടുക്കുന്ന ആ ഒരു ചട്ടി ഉണ്ടല്ലോ, അതിലാണ് ഞാനിത് തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രൈ പാനിലൊക്കെ ആയിട്ട് ചെയ്തെടുക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ദോശ ചുട്ടെടുക്കുമ്പോൾ മാവ് അത്യാവശ്യത്തിൽ ഇങ്ങനെ പരത്താറുണ്ടല്ലോ, റൗണ്ടാക്കി എടുക്കാറുണ്ടല്ലോ, അത് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ കുറച്ച് മല്ലിയില കൂടെ ബാലൻസ് ഉണ്ടായിരുന്നു, അതുകൂടെ ഞാൻ ഈ ഒരു മിക്സിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് സാധാരണ നമ്മൾ ദോശ തയ്യാറാക്കുന്നത് പോലെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാനിതാ ഇവിടെ ചേർക്കുന്നത് ഇപ്പോൾ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ആക്കാവുന്നതാണ്. എന്നിട്ട് ഒരുപാട് അങ്ങോട്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പരത്തി എടുക്കുന്നില്ല. കാരണം അത് ആ ഒരു മിക്സ് വളരെ സോഫ്റ്റും പിന്നെ അതുപോലെ ഗോതമ്പ് പൊടി ആയതുകൊണ്ട് തന്നെ പൊട്ടിപ്പോകാനൊക്കെ ചിലപ്പോൾ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കാരണം ഓവറായിട്ട് പരത്താണ്ട് സാധാ ഒരു പാൻ ചൂടായതിന് ശേഷം ഒരൊറ്റ തവി എന്ത് ചെയ്യാം, ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതിൽ വെജീസ് ഉള്ളത് കൊണ്ട് തന്നെ ഇതൊന്ന് ലെവലാക്കി കൊടുക്കുന്നുണ്ട്, അല്ലാണ്ട് ഓവറായിട്ട് റൗണ്ടാക്കി കൊടുക്കുന്നില്ല. എന്നിട്ട് അടച്ച് വെച്ചിട്ട് കുക്കാക്കിയെടുക്കാം. അപ്പോൾ ഈ രീതിയിൽ ഇതുപോലെ ദോശ തയ്യാറാക്കാത്തവരൊന്ന് തയ്യാറാക്കി നോക്കാം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെറൈറ്റി റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്, കുട്ടികൾക്ക് സന്തോഷമാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ അവർക്കൊന്ന് ഇടയ്ക്കൊന്ന് തയ്യാറാക്കി കൊടുക്കാം. അപ്പോൾ ഇതാ ഞാനിത് അപ്പുറത്തെ സൈഡ് കൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. വേറെ എക്സ്ട്രാ ഓയിലൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, കാരണം അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ആദ്യം പാനിൽ ഓയിൽ സ്പ്രെഡാക്കിയതാണ്. അപ്പോൾ അത് കാരണം വീണ്ടും ചേർക്കുന്നില്ല. അപ്പോൾ ഇനി ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യണം, ഇതേപോലെ തന്നെ ബാക്കിയുള്ള ദോശകളൊക്കെ ഒന്ന് ചുട്ടെടുക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് വെജീസ് ഒന്ന് കട്ട് ചെയ്യണമെന്നല്ലേ ഉള്ളൂ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഹെൽത്തി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ പ്രത്യേകിച്ച് ഏതെങ്കിലും കൂട്ടുകാർ ഫസ്റ്റ് ടൈം കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ ലഭിക്കുകയുള്ളൂ. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ. അതേപോലെ തന്നെ കമൻസ് കൂടെ അറിയിക്കണം. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള എന്നാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അതേപോലെ തന്നെ നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഞാനിതിപ്പോൾ സെർവ് ചെയ്യുന്നത് രാവിലെയാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് പകരമായിട്ടാണ് ഇന്നിപ്പോൾ ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഇത് ടൊമാറ്റോ സോസാണ് മോനിക്ക് ഇതിൻ്റെ കൂടെ കൊടുക്കുന്നത്, അത് ചൂട് ചായയും. അപ്പോൾ നിർബന്ധമില്ല സോസ്, പിന്നെ അവന് ഇഷ്ടമായതുകൊണ്ട് അങ്ങനെ കൊടുത്തന്നേ ഉള്ളൂ. പിന്നെ ഒരു ഫോട്ടോയ്ക്ക് ഒരു ഭംഗി കൂടെ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഞാനിങ്ങനെ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സോസ് എന്ത് ചെയ്യാം, സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വളരെ സോഫ്റ്റായിട്ടുള്ള ദോശയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.